മാൽദ്വീപ് ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കി. ഇനിയും ഇന്ത്യയെ ചൊറിഞ്ഞാൽ തങ്ങളുടെ സാമ്പത്തിക അടിത്തറയ്ക്ക് തന്നെ കോട്ടം സംഭവിക്കുമെന്ന് മനസ്സിലായതോടെ മുഹമ്മദ് മൊയ്സുവിന്റെ പത്തി താണിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യയെ കടിച്ചു കീറാൻ നിന്നിരുന്ന പഴയ മുഹമ്മദ് മൊയ്സുവിനെ ഇപ്പോൾ മോദി മാജിക്കിന് മുന്നിൽ കീഴടങ്ങിയതോടെ ഇന്ത്യ മാൽദ്വീപിന് മേൽ വീണ്ടും പിടിമുറുക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ അപകീർത്തികരമായ പരാമർശത്തെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് മാൽദ്വീപിനെതിരെ ഇന്ത്യയിൽ ഉണ്ടായത്. മാൽദ്വീപിന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സായിരുന്ന ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ മോദിക്കെതിരെ നടത്തിയ പരാമർശത്തെ തുടർന്ന് മാൽദ്വീപിലേക്കുള്ള യാത്ര പോലും ബഹിഷ്കരിക്കാൻ ഇന്ത്യയിലെ വലിയ വിഭാഗം വിനോദസഞ്ചാരികൾ തീരുമാനിച്ച സാഹചര്യം വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും അതൊന്നും കണക്കിലെടുക്കാതെ ഇരു കൈയും നീട്ടിയാണ് മോദി ഇപ്പോൾ മൊയ്സുവിനെ സ്വീകരിച്ചത്. മോദി എന്ന നേതാവിന് മാത്രം കഴിയുന്നതാണ് ഈ മാജിക് ഒക്കെ. ഇതാണ് മോദിയെ ആർക്കും തോൽപ്പിക്കാനാവാത്ത നേതാവാക്കുന്നതും. ശത്രുവിന് മുൻപിൽ വാതിൽ കൊട്ടിയടയ്ക്കുകയല്ല മോദിയുടെ രീതി എന്നത് ഇതിന് ഏറെ ഉദാഹരണങ്ങളുമുണ്ട്. അതുകൊണ്ടാകാം മമതാ ബാനർജിയും മായാവതിയും സ്റ്റാലിനും ശരത് പവാറും എല്ലാം തന്നെ എതിർപ്പ് സൂക്ഷിക്കുമ്പോൾ തന്നെ മോദിയുടെ മിത്രമായിരിക്കുന്നത്. സനാതനധർമ്മ വിവാദത്തിൽപ്പെട്ട് സ്റ്റാലിന്റെ മകനെ ഇന്ത്യ ഒട്ടാകെ വേട്ടയാടിയപ്പോൾ മോദിയെ തമിഴ്നാട്ടിലെ കായികമേള ഉദ്ഘാടനം ചെയ്യുന്നതിന് ക്ഷണിക്കാൻ ഉദയനിധി സ്റ്റാലിൻ വന്നത് ഈ ഒരു കരുതലിന്റെ ഭാഗമാണ്. 2019 മോദിയുടെ കടുത്ത ശത്രുവായ മോദിയെ തോൽപ്പിക്കാൻ മഹാരാഷ്ട്ര മുഴുവൻ പ്രസംഗിച്ച് നടന്ന ഒരു നേതാവായിരുന്നു MNS പാർട്ടിയുടെ രാജ് താക്കറെ. എന്നാൽ പിന്നീട് ഏറ്റവും വലിയ മോദി ഭക്തനായി 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദിക്ക് വേണ്ടി പ്രസംഗിച്ചതും ഇതേ മോദി മാജിക് തന്നെയാണ്. അതുതന്നെയാണ് മാൽദ്വീപിലെ മുഹമ്മദ് മൊയ്സുവിനും സംഭവിച്ചിരിക്കുന്നത്. മോദിക്കും ഇന്ത്യക്കുമെതിരെ എന്ന മുദ്രാവാക്യവുമായി ചൈനയുടെ പിന്തുണയോടെ അധികാരത്തിലെത്തിയ നേതാവാണ് അദ്ദേഹം. പക്ഷേ ചൈന നൽകുന്ന ഭീമൻ കടങ്ങൾ ബ്ലേഡ് കമ്പനിക്കാരന്റെ മനസ്സോടെ ഉള്ളതാണ് എന്ന് മുഹമ്മദ് മൊയ്സു തിരിച്ചറിയാൻ കുറച്ച് വൈകിപ്പോയി. ആ കടങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ട ഘട്ടം വന്നപ്പോഴാണ് മുഹമ്മദ് മൊയ്സു മോദിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. പക്ഷേ മോദി പഴയ ശത്രു പറഞ്ഞ് മുഹമ്മദ് മൊയ്സുവിനെ അകറ്റി നിർത്തുകയല്ല ചെയ്തത്. 5 ദിവസത്തെ ഉഭയകക്ഷി ചർച്ചയ്ക്കായി ബീബിക്കൊപ്പമാണ് മുഹമ്മദ് മൊയ്സുവിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത്. എന്തിന്, മോദി 3ാം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പ്രധാന വിദേശ അതിഥികളിൽ ഒരാളായിരുന്നു മുഹമ്മദ് മൊയ്സു. ഇതിനെല്ലാം അർത്ഥം ഇന്ത്യക്ക് മാൽദ്വീപിനെ വേണം എന്നതുകൊണ്ട് തന്നെയാണ്. ഇന്ത്യയുടെ സ്വന്തം പേയ്മെന്റ് സംവിധാനമായ റുപേ കാർഡ് സേവനങ്ങൾ മാൽദ്വീപിന് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. വൈകാതെ ഇന്ത്യയുടെ UPI സേവനങ്ങളും മാൽദ്വീപ് ഉപയോഗിക്കും. ഇതോടെ മാൽദ്വീപിലെ സാമ്പത്തിക ഇടപാടുകളുടെ കാര്യത്തിൽ ഇന്ത്യക്കും ഒരു പിടിവരും. റുപേ കാർഡ് പേയ്മെന്റിന്റെ ആദ്യ ഇടപാട് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയും മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സും ചേർന്നാണ് നിർവഹിച്ചത്. ഇനി മാൽദ്വീപിൽ പോകുന്ന ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്കും ഇന്ത്യയിൽ താമസിക്കാൻ എത്തുന്ന മാൽദ്വീപുകാർക്കും റുപേ കാർഡുകൾ ഉപയോഗിക്കാം. അധികം വൈകാതെ ദ്വീപ് രാഷ്ട്രീയത്തിൽ UPI സേവനങ്ങളും ആരംഭിക്കും. ക്രെഡിറ്റ്, ഡെബിറ്റ്, പ്രീപെയ്ഡ് കാർഡുകൾ വഴിയുള്ള ഓഫ്ലൈൻ, ഓൺലൈൻ ഇടപാടുകൾക്കായി റുപേ കാർഡ് ഉപയോഗിക്കാം. വളരെ സുരക്ഷിതമായ ഒരു നെറ്റ്വർക്കാണ് റുപേ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ റുപേ കാർഡ് നൽകുന്നത്. ലോകമെമ്പാടുമുള്ള 200-ലധികം രാജ്യങ്ങളിൽ 42.4 ദശലക്ഷത്തിലധികം POS മെമ്പർഷിപ്പുകളും 1.90 ദശലക്ഷത്തിലധികം ATMകളും കാർഡും സ്വീകരിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യക്ക് പുറമെ മറ്റു പല രാജ്യങ്ങളിലും ഈ കാർഡ് ലഭ്യമാണ്. റുപേ കാർഡ് വഴി ATMൽ നിന്ന് പണം പിൻവലിക്കുവാനും POS വഴി പണം ഇടപാടുകൾ നടത്തുവാനും സാധിക്കും. റുപേ കാർഡ് വഴി റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും ക്യാഷ് ബാക്ക് ലഭിക്കും. കുറഞ്ഞ മൂല്യമുള്ള ഇടപാടുകൾക്ക് കോൺടാക്ട്ലെസ് കാർഡുകളും ലഭ്യമാകുന്നതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.